ശ്രുതി ടീച്ചറാണ്. ഹാപ്പി ആണോ മക്കളെ? പരീക്ഷയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അവസാനത്തെ ഇല എന്ന് പറയുന്നത്. അപ്പൊ അവസാനത്തെ ഇല, അപ്പൊ അതിൽ തന്നെ ഉണ്ട് അവസാനത്തെ ഇല, ലാസ്റ്റ് ലീഫ് അല്ലെ? അവസാനത്തെ ഇലയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപായിട്ട് ഇത് എഴുതിയത് ആരാണ് എന്ന് കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. വില്യം സിഡ്നി പോർട്ടർ എന്ന പേര് പക്ഷേ ഓ ഹെൻറി എന്ന തൂലികാ നാമത്തിൽ എഴുതുന്നു അല്ലെ? വില്യം സിഡ്നി പോർട്ടറുടെ തൂലികാ നാമമാണ് ഓ ഹെൻറി. അദ്ദേഹമാണ് അവസാനത്തെ ഇല എന്ന് പറയുന്ന ആ കഥ എഴുതിയിരിക്കുന്നത്. ഇതിലുള്ളത് 2 ചിത്രകാരികളാണ് കേട്ടോ. അതിൽ ഒരു ചിത്രകാരിക്ക് അസുഖം ബാധിക്കുന്നുണ്ട്, ന്യൂമോണിയ ബാധിച്ച് മരണത്തോടടുക്കുന്ന ജോൺസി എന്ന് പറയുന്ന ഒരു ചിത്രകാരി. പിന്നെ ജോൺസിയുടെ കൂട്ടുകാരിയായ സ്യൂ ആണ് മറ്റൊരു കഥാനായിക. ഇതാ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ കഥയിലെ കഥാപാത്രത്തിൽ ഒന്ന് ന്യൂമോണിയാണ്. ന്യൂമോണിയ കഥാപാത്രമാണോ എന്ന് വിചാരിക്കും. അതെ, ഇതിലൊരു രോഗം കഥാപാത്രമായി വരുന്നുണ്ടെങ്കിൽ അത് ന്യൂമോണിയാണ്. ന്യൂമോണിയ ആർക്കൊക്കെയാണ് ബാധിച്ചത്? ഒന്ന് ജോൺസിയാണ്. ജോൺസിയുടെ സുഹൃത്താണ് ആര്? സ്യൂ എന്ന് പറയുന്നത് അല്ലെ? സ്യൂ സുഹൃത്താണ്. ആരാണ്? സുഹൃത്താണ് സ്യൂ എന്ന് പറയുന്നത്. പിന്നെയോ ഇവരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ, നമ്മുടെ ജോൺസിയെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറും ഇതിലുണ്ട്. പിന്നെ ഉള്ളത് ഒരു വള്ളിച്ചെടിയുണ്ട്. പിന്നെ ഉള്ളത് ബർമാനാണ്. ബർമാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു മോഡലാണ് അല്ലെ? ഒരു ചിത്രകാരനും പക്ഷെ ഒരുപാട് ചിത്രങ്ങളൊന്നും വരയ്ക്കാത്ത ഒരു വിരൂപനായ ഒരു മോഡൽ, മറ്റുള്ളവർക്ക് ചിത്രത്തിന് മോഡലായിട്ട് നിന്ന് കൊടുക്കുന്ന ഒരു വൃദ്ധനാണ് ആര്? ബർമാൻ എന്ന് പറയുന്നത്. പക്ഷെ സ്യൂവിന് ഒരു കാര്യം ബർമാനോട് പറയാണ് സ്യൂ. ജോൺസിക്ക് ഒരു വിശ്വാസമുണ്ട്, അവൾക്ക് അസുഖം കൂടുതലാണ്. അപ്പോൾ അസുഖം ബാധിച്ച് സ്യൂ മരണത്തിലേക്ക് പോകുകയാണ്. അവൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനലിനപ്പുറത്തെ ഒരു വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇലയും വീഴുന്ന അന്ന് എന്ത് ചെയ്യും? ജോൺസി മരിക്കും എന്നൊരു വിശ്വാസം ആർക്കുണ്ടാവുന്നു? ജോൺസിക്ക്. അത് സ്യൂ ആരെ അറിയിക്കുകയാണ്? ബർമാനെ അറിയിക്കുകയാണ്. അപ്പോൾ ബർമാന് ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും ബർമാൻ എന്ത് ചെയ്യാണ്? ആ അവസാനത്തെ ഇല ആ വള്ളിച്ചെടിയിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ആ രാത്രി ഒരു മനോഹരമായ ഇല പെയിന്റ് ചെയ്യുകയും ജോൺസിക്ക് അതൊരു പ്രതീക്ഷയാവുകയും താൻ മരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ ന്യൂമോണിയ ബാധിച്ച് ആ തണുപ്പിലിരുന്ന് ചിത്രം വരച്ചത് കൊണ്ടൊക്കെ ന്യൂമോണിയ അധികമായിട്ട് ബർമാൻ മരിച്ചു വീഴുകയാണ്. അപ്പോൾ വള്ളിച്ചെടിയിലെ ഇല, വള്ളിച്ചെടിയും ഇതിലെ പ്രധാന കഥാപാത്രമാണ് ബർമാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രകാരനും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും ലൈവിലോട്ട് വരാം, നമുക്ക് പറയാട്ടോ.